നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തുകയും അപമാനിക്കുകയും ചെയ്തുവെന്ന പരാതിയിൽ പ്രമുഖ യൂട്യൂബർ രാജൻ ജോസഫിനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ടയിലെ കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീനാദേവി കുഞ്ഞമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. IT ആക്ട് ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ രാജൻ ജോസഫിനെ ഇന്നലെ രാത്രിയോടെ എറണാകുളത്ത് നിന്ന് അടൂർ പോലീസ് സംഘം പിന്തുടർന്ന് പിടികൂടി. അറസ്റ്റിന് പിന്നാലെ പ്രതിയെ അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. തുടർന്ന് പരാതിക്കാരിയായ ശ്രീനാദേവി കുഞ്ഞമ്മ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിയെ നേരിൽ കാണുകയും ചെയ്തു. ഇതിനുശേഷം ശക്തമായ പ്രതികരണവുമായി അവർ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയാണ്. അവിഹിത കഥകൾ കൃത്രിമമായി നിർമ്മിച്ച് വീഡിയോകളാക്കി സമൂഹ മാധ്യമങ്ങൾ വിറ്റ് വരുമാനം കണ്ടെത്തുന്ന ഒരു യൂട്യൂബ് മാലിന്യമാണ് പിടിയിലായതെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ തന്റെ പോസ്റ്റിൽ രൂക്ഷമായി വിമർശിക്കുന്നു. എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന രാജനെ ഒടുവിൽ പോലീസ് കൃത്യമായി വലയിലാക്കുകയായിരുന്നുവെന്ന് അവർ വ്യക്തമാക്കി. ഇന്നലെ രാത്രി 10:00 താൻ അടൂർ പോലീസ് സ്റ്റേഷനിലെത്തി ലോക്കപ്പിൽ കഴിയുന്ന പ്രതിയെ നേരിൽ കണ്ടതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അറിയിച്ചു. ക്ലോസറ്റ് സൗകര്യമുള്ള ലോക്കപ്പ് മുറിയിൽ നിലത്തിരിക്കുകയായിരുന്നു. പ്രതിയോട് 2 വാക്കുകൾ സംസാരിച്ച് പരിചയപ്പെട്ട ശേഷമാണ് താൻ മടങ്ങിയതെന്നും അവർ പറഞ്ഞു. ഇന്നലെ രാത്രി ലോക്കപ്പിൽ നിലത്തുകിടന്നാണ് പ്രതി ഉറങ്ങിയതെന്നും ആ ഉറക്കം സുഖകരമായിരുന്നു എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും അവർ പരിഹാസത്തോടുകൂടി കുറിച്ചു. അടൂരിൽ പ്രതിക്ക് എന്ത് സുഖക്കുറവ് ഉണ്ടായാലും അത് പരിഹരിക്കുമെന്നും പത്തനംതിട്ട ജില്ലയുടെ അതിർത്തി കടന്നാൽ രാജന് വേണ്ട സുഖകരമായ താമസം അക്കോമഡേഷൻ തങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി. പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അവിഹിത കഥകൾ സൃഷ്ടിച്ച വീഡിയോകളാക്കി ദുഷിച്ച നാവിലൂടെ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ വിറ്റ് വരുമാനം നേടി അതേ വായ കൊണ്ട് ഭക്ഷിച്ചുകൊണ്ടിരുന്ന യൂട്യൂബ് മാലിന്യം രാജൻ അറസ്റ്റിലായി. എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന രാജനെ അടൂർ പോലീസ് ഇന്നലെ വൈകുന്നേരം എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇന്നലെ രാത്രി 10:30 അടൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഞാൻ ആ മാലിന്യത്തെ നേരിട്ട് കണ്ടു. ക്ലോസറ്റ് സൗകര്യമുള്ള ലോക്കപ്പ് മുറിയിൽ സമാനമായ വായോടുകൂടി ജീവിക്കുന്ന ടിയാൻ നിലത്ത് ഇരിപ്പുണ്ടായിരുന്നു. 2 വാക്കുകൾ സംസാരിച്ചു, പരിചയപ്പെട്ടു, ഞാൻ തിരികെ പോരുന്നു. ഇന്നലെ ലോക്കപ്പിൽ നിലത്ത് കിടന്ന് ഉറങ്ങി എന്ന അറിയുന്നു. ഉറക്കം സുഖമായിരുന്നു എന്ന് ഉറപ്പാക്കിയിരുന്നു. അടൂരിൽ എന്ത് സുഖക്കുറവ് ഉണ്ടായാലും പരിഹരിക്കും. പത്തനംതിട്ട ബോർഡർ കടന്നാൽ രാജന്റെ സുഖകരമായ അക്കോമഡേഷൻ ഞങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യും എന്നാണ് ശ്രീനാദേവിയുടെ മറുപടി.